ശ്യാമേട്ടൻ വന്നിട്ടുണ്ട്, എന്തെങ്കിലും ചെയ്യും എന്നായിരുന്നു കണ്ണൂർ പാനൂരിൽ പ്രണയപ്പകയിൽ യുവാവ് കൊലപ്പെടുത്തിയ വിഷ്ണുപ്രിയ ഫോൺ കോളിലുണ്ടായ സുഹൃത്തിനോട് അവസാനം പറഞ്ഞ വാക്കുകൾ. 2022 ഒക്ടോബർ 2 കേസിനാസ്പദമായ സംഭവം. കണ്ണൂർ പാനൂർ സ്വദേശി വിഷ്ണുപ്രിയയെ ആൺസുഹൃത്ത് ശ്യാംജിത്ത് വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. കേസിൽ വെള്ളിയാഴ്ച തലശ്ശേരി കോടതി വിധി പറയാനിരിക്കെ വിഷ്ണുപ്രിയയുടെ കൊലപാതകം പ്രതി ആസൂത്രണം ചെയ്തത് അഞ്ചാം പാതിര സിനിമ കണ്ടാണെന്ന് പോലീസ് വ്യക്തമാക്കുന്നു. അഞ്ചാം പാതിരയിലെ കൊലപാതകിയുടെ വേഷത്തിലാണ് പ്രതി ശ്യാംജിത്ത് വിഷ്ണുപ്രിയയുടെ വീട്ടിലെത്തിയത്. ദൃക്സാക്ഷികളില്ലാത്ത കേസായിട്ടും സാഹചര്യ തെളിവുകളും ശാസ്ത്രീയ തെളിവുകളും ഫോൺ കോൾ റെക്കോർഡുകളും ഉപയോഗിച്ച് 34 ദിവസത്തിനകം പാനൂർ CI MP ആസാദിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചു. കേസിൽ വെള്ളിയാഴ്ച തലശ്ശേരി കോടതി വിധി പറയും. ജീവപര്യന്തം ശിക്ഷ ലഭിക്കുന്ന IPC 449, 302 വകുപ്പുകളാണ് പ്രതിക്കെതിരെ ചുമത്തിയിരിക്കുന്നതെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ MP ആസാദ് പറഞ്ഞു. കൊല്ലപ്പെട്ട വിഷ്ണുപ്രിയയുടെ സഹോദരിയും പ്രതി ശ്യാംജിത്തും സഹപാഠികളായിരുന്നു. കോവിഡ് കാലത്ത് സഹോദരിയുടെ ഫോണിലേക്ക് ഓൺലൈൻ ക്ലാസുമായി ബന്ധപ്പെട്ട് ശ്യാംജിത്ത് വിളിച്ചിരുന്നു. അങ്ങനെയാണ് വിഷ്ണുപ്രിയയെ പരിചയപ്പെട്ടത്. ആ സൗഹൃദം പിന്നീട് പ്രണയത്തിലേക്ക് വഴിമാറി. ഇതിനിടെ വിഷ്ണുപ്രിയയിൽ ശ്യാംജിത്തിന് സംശയം തുടങ്ങിയതോടെ ബന്ധത്തിൽ അസ്വാരസ്യങ്ങളുണ്ടായി. പലപ്പോഴും വഴക്കുകളുണ്ടാകുകയും ബന്ധം തുടരാൻ താൽപ്പര്യമില്ലെന്ന് വിഷ്ണുപ്രിയ ശ്യാംജിത്തിനെ അറിയിക്കുകയും ചെയ്തു. എന്നാൽ ബന്ധത്തിൽ നിന്ന് പിന്മാറാൻ ശ്യാംജിത്ത് തയ്യാറായില്ല. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. ശ്യാംജിത്തുമായി പിരിഞ്ഞ ശേഷം വിഷ്ണുപ്രിയ വയനാട്ടിലേക്ക് വിനോദയാത്ര പോയി. അവിടെ വെച്ച് പൊന്നാനി സ്വദേശിയായ ഫോട്ടോഗ്രാഫറെ പരിചയപ്പെട്ടു. അയാൾ വിഷ്ണുപ്രിയയുടെയും സുഹൃത്തുക്കളുടെയും ഫോട്ടോ എടുത്തുകൊടുത്തു. ഫോട്ടോ അയച്ചു നൽകാൻ വിഷ്ണുപ്രിയയുടെ നമ്പർ വാങ്ങി. തുടർന്ന് ഇരുവരും സുഹൃത്തുക്കളായി. ശ്യാംജിത്തുമായുള്ള പ്രശ്നങ്ങൾ വിഷ്ണുപ്രിയ പുതിയ സുഹൃത്തുമായി സംസാരിക്കുമായിരുന്നു. പിന്നീട് ഇവർ പ്രണയത്തിലായി. ഇക്കാര്യം അറിഞ്ഞ ശ്യാംജിത്ത് വിഷ്ണുപ്രിയയെയും യുവാവിനെയും ഭീഷണിപ്പെടുത്തി. തന്റെ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ വിഷ്ണുപ്രിയ യുവാവിനൊപ്പം അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിലേക്ക് പോയത് അറിഞ്ഞ ശ്യാംജിത്ത് അവരെ പിന്തുടർന്ന് വഴിയിൽ തടഞ്ഞു. താൻ പ്രണയിക്കുന്ന പെൺകുട്ടിയാണ് വിഷ്ണുപ്രിയ എന്നും ഈ ബന്ധത്തിൽ നിന്ന് പിന്മാറണമെന്നും യുവാവിനോട് ആവശ്യപ്പെട്ടു. എന്നാൽ ബന്ധത്തിൽ നിന്ന് പിന്മാറാൻ തയ്യാറല്ലെന്ന് ഇരുവരും ശ്യാംജിത്തിനോട് പറഞ്ഞു. അതുമൂലമുണ്ടായ പകയാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. അഞ്ചാം പാതിര എന്ന സിനിമ കണ്ടാണ് പ്രതി കൊലപാതകത്തിന് പദ്ധതി തയ്യാറാക്കിയത്. ആ സിനിമയിലെ കൊലയാളിയുടെ വസ്ത്രധാരണം പോലെ കറുത്ത ടീഷർട്ടും ഗ്ലൗസും ഹെൽമറ്റും ധരിച്ചാണ് കൃത്യം ചെയ്യുന്നതിനായി ബൈക്കിൽ എത്തിയതും. കൂത്തുപറമ്പിലെ കടയിൽ നിന്ന് ഒരു ചുറ്റിക വാങ്ങി. BCom കഴിഞ്ഞ ശേഷം അമ്മാവന്റെ ഹാർഡ്വെയർ കടയിൽ ജോലി ചെയ്തിരുന്ന ശ്യാംജിത്ത് അവിടെ വെച്ചാണ് കൊലക്കത്തിയുണ്ടാക്കിയത്. കത്തി നിർമ്മിക്കുന്ന ഒരാളിൽ നിന്ന് അതിനെപ്പറ്റി മനസ്സിലാക്കി. ഈ കേസിൽ സാക്ഷിയായിരുന്ന അയാൾ കൂറുമാറുകയും പിന്നീട് കോടതിയിൽ സത്യം വെളിപ്പെടുത്തുകയും ചെയ്തു. വിഷ്ണുപ്രിയ ജോലി ചെയ്തിരുന്ന ആശുപത്രിയിലേക്കാണ് ശ്യാംജിത്ത് ആദ്യം പോയത്. അവിടെ പെൺകുട്ടി ഇല്ലെന്ന് മനസ്സിലാക്കിയപ്പോൾ വീട്ടിലേക്ക് പോയി. അമ്മാവന്റെ വീട്ടിലെ ഒരു ചടങ്ങിൽ പങ്കെടുത്ത ശേഷം വീട്ടിലെത്തിയ വിഷ്ണുപ്രിയ മുറിയിലിരുന്ന് പൊന്നാനിയിലുള്ള സുഹൃത്തുമായി വീഡിയോ കോളിൽ സംസാരിക്കുകയായിരുന്നു. ശ്യാംജിത്ത് മുറിയിൽ കയറിയ ഉടൻ വീഡിയോ കോളിലുള്ള സുഹൃത്തിനോട് വിഷ്ണുപ്രിയ ശ്യാമേട്ടൻ വന്നിട്ടുണ്ട്, എന്തെങ്കിലും ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന് പറയുകയും ചെയ്തു. ആ സമയത്ത് ശ്യാംജിത്ത് ചുറ്റിക കൊണ്ട് വിഷ്ണുപ്രിയയുടെ തലക്കടിച്ചു. കൈകാലുകളുടെയും കഴുത്തിന്റെയും ഞരമ്പ് മുറിച്ചു. നെഞ്ചിലും മറ്റും കുത്തി പരിക്കേൽപ്പിക്കുകയും ചെയ്തു. മൊത്തം 26 മുറിവുകളാണ് അവളുടെ ശരീരത്തിലുണ്ടായിരുന്നത്. ശ്യാംജിത്ത് മുറിയിൽ കയറിയ കാര്യം വീഡിയോ കോളിലൂടെ അറിഞ്ഞ സുഹൃത്ത് അപ്പോൾ തന്നെ ആ വിവരം പരിചയക്കാരനായ പോലീസുകാരനെ അറിയിച്ചു. അദ്ദേഹം പാനൂർ പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു. ശ്യാംജിത്തിന്റെ നമ്പർ കൈവശമുണ്ടായിരുന്ന വിഷ്ണുപ്രിയയുടെ സുഹൃത്ത് ഈ നമ്പർ പോലീസിന് അയച്ചു. തുടർന്ന് ലൊക്കേഷൻ പരിശോധിച്ചപ്പോൾ കൂത്തുപറമ്പിനടുത്ത് മാനഞ്ചേരി എന്ന പ്രദേശത്താണ് പ്രതിയുള്ളതെന്ന് പോലീസിന് വ്യക്തമായി. അവിടെ എത്തിയപ്പോൾ അച്ഛന്റെ ഹോട്ടലിൽ സഹായിയായി നിൽക്കുകയായിരുന്നു പ്രതി. കൊലപാതകത്തിനുപയോഗിച്ച സാധനങ്ങൾ തൊട്ടടുത്ത കുളത്തിൽ ഉപേക്ഷിച്ചു. ആദ്യം ചോദ്യം ചെയ്തപ്പോൾ നിഷേധിക്കുകയും പിന്നീട് കുറ്റസമ്മതം നടത്തുകയും ചെയ്തു.
പിറ്റേന്ന് തൊണ്ടി മുതൽ കുളത്തിൽ നിന്ന് കണ്ടെത്തി. അതിൽ മനുഷ്യരക്തത്തിന്റെ അവശിഷ്ടമുണ്ടായിരുന്നു. ചുറ്റിക വാങ്ങുന്നതിന്റെയും പാനൂർ ടൗണിലെത്തിയതിന്റെയും പെൺകുട്ടിയുടെ വീട്ടിലെത്തിയതിന്റെയും CCTV ദൃശ്യങ്ങളും പോലീസ് ശേഖരിച്ചു. പെൺകുട്ടിയുടെ വീട്ടിൽ യുവാവ് വന്നു പോയത് 3 പേർ കണ്ടിട്ടുണ്ട്. ദൃക്സാക്ഷിയില്ലാത്ത കേസാണ് പോലീസ് ഇപ്പോൾ തെളിയിച്ച് കോടതിയിൽ എത്തിച്ചിരിക്കുന്നത്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ആൻസലാമ ഹൈ ഹോസ്പിറ്റൽ.